വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാൻ മാതാവ് പ്രേമകുമാരി യമനിലെത്തി. മോചനത്തിനുള്ള ചർച്ചകൾക്കായാണ് യാത്ര. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മകളെ കാണാൻ പ്രേമകുമാരിക്ക് അനുമതി ലഭിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇനിയിപ്പോൾ വലിയ കടമ്പകളാണ് കടക്കാനുള്ളത്. കുടുംബാംഗങ്ങളെ കാണേണ്ടതുണ്ട്, യമൻ പൗരന്റെ ഒപ്പം ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ച. ഇതൊക്കെ ഏത് തരത്തിൽ സാധ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്താണ്? അനുജ, ഇന്നലെയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇവിടുന്ന് പുറപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടി, കഴിഞ്ഞ ദിവസമാണ് പുറപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടി അവിടെ എത്തി. നാളെ നിമിഷപ്രിയ ഉള്ള സന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ യാത്ര തിരിക്കും. ആദ്യം അവിടെ എത്തി നിമിഷപ്രിയയെ കാണുകയായിരിക്കും ചെയ്യുക. അതിനുശേഷം ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തും. അതിനും ശേഷമായിരിക്കും ഈ യമൻ പൗരന്റെ കുടുംബവുമായി നിമിഷപ്രിയയുടെ മാതാവ് സംസാരിക്കുക. അവർ മാപ്പ് അനുവദിക്കുകയാണെങ്കിൽ ദയാധനം നൽകി നിമിഷപ്രിയയെ തിരികെ കൊണ്ടുവരാനാകും എന്നുള്ളതാണ് പ്രതീക്ഷ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് യമനിലെ കോടതി ഉൾപ്പെടെ നിമിഷപ്രിയക്കെതിരായുള്ള നടപടിയാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ഈ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ ഒരു ചർച്ചയാണ് നിലവിൽ അല്പം പ്രതീക്ഷ നൽകുന്നത്. ഈ കുടുംബം ഇത്തരത്തിൽ മാപ്പ് അംഗീകരിക്കുകയും ദയാധനം നൽകി നിമിഷപ്രിയയെ വിട്ടു നൽകാൻ തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമാകുക. 7 വർഷത്തിലെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ മാതാവ് സ്വന്തം മകളെ കാണുന്നതിന് വേണ്ടി യമനിലേക്ക് പോകുന്നത്. മറ്റന്നാളോടുകൂടി കാണാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്തുണ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു അതൃപ്തി ആ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. കാരണം നയതന്ത്ര ബന്ധം യമനുമായി ഇല്ലാത്തതാണ് അതിൽ പ്രതിസന്ധിയായി കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. അപ്പോഴും ഈ വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ സന്നദ്ധ സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ നിമിഷപ്രിയയെ തിരികെ നാട്ടിൽ കൊണ്ടുവരാനായുള്ള വലിയ പ്രയത്നം നടത്തുന്നുണ്ട്. അതിൻ്റെ ആദ്യപടിയായാണ് മാതാവ് യമനിലേക്ക് എത്തിയത്. ചർച്ചകൾ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ചർച്ചകളെല്ലാം സക്സസ് ആകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. അനുജ, ഇതിൽ ഈ യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾ എടുക്കുന്ന നിലപാട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത്. വിഷ്ണു, അവർ ബ്രെഡ് മണി എന്നുള്ള ആ ഒരു സമവായ ഫോർമുല അംഗീകരിച്ചാൽ ഇതിൽ മോചനം വളരെ വേഗം സാധ്യമാകുമെന്നല്ലേ? അങ്ങനെ അംഗീകരിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നിമിഷപ്രിയയെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. അതിന് സേവ് നിമിഷപ്രിയ ഫോറം പോലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ മാപ്പ് ആദ്യം നൽകും. അതിനുശേഷം അവർ ദയാധനം അത് അംഗീകരിക്കും. അതൊരു പക്ഷേ എത്രയാണ് തുക എന്നുള്ളതെല്ലാം അവരായിരിക്കും തീരുമാനിക്കുക. അതിലേക്കെല്ലാം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ നിമിഷപ്രിയയും അതോടൊപ്പം യമൻ പൗരന്റെ കുടുംബവുമായുള്ള കൂടിക്കാഴ്ച നടക്കണം. അവിടെ ആയിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. നിമിഷപ്രിയക്കൊപ്പം സേവ് നിമിഷപ്രിയ ഫോറത്തിലെ അംഗങ്ങളും അമ്മയ്ക്കൊപ്പം അവരുമുണ്ട്. അവർ നേതൃത്വത്തിലായിരിക്കും ഈ ചർച്ചകളെല്ലാം നടക്കുക. അനുജ.